നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്ന കർത്താവേ, നിൻ്റെ മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനാ സഹായങ്ങളാൽ ഞങ്ങളെ തുണയ്ക്കണമേ. അവർ പുണ്യജീവിതത്തെ അനുകരിപ്പാനും അവരെ പോലെ നിനക്ക് ഇഷ്ടന്മാരാകുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന്. ഓരോ വിശുദ്ധൻ്റെയും ഓർമ്മ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ അവരുടെ സുഹൃത ജീവിതത്തെ പകർത്തുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അവരെ പോലെ ദൈവത്തിന് ഇഷ്ടന്മാരായി തീരുവാനുമുള്ളതായ ഒരു വിളിയാണ് നമ്മുടെ ഈ ലോക ജീവിതം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധനായ ഗീവർഗീസ് സഹദ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ യാഗമായി സമർപ്പിച്ചതായ ഒരു പരിശുദ്ധ പിതാവാണ്. പാലസ്തീനിൽ ലിഡ എന്ന് പറയുന്നതായ സ്ഥലത്ത് AD 280 ജനിക്കുകയും റോമൻ ഭരണാധിപനായ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരംഗമായിരുന്ന ഗീവർഗീസിൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ആ സൈന്യത്തിൽ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം അംഗമായി ചേരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ധൈര്യമായ ജീവിതവും നിഷ്കളങ്കതയും നിലപാടുകളുമെല്ലാം ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്ക് വളരെയധികം പ്രീതി ഉളവാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ളതായ അടിയുറച്ച വിശ്വാസം അദ്ദേഹത്തെ വളരെയധികം അലോസരപ്പെടുത്തി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് തുടങ്ങിയതായ സാഹചര്യത്തിൽ വിശ്വാസം ഉപേക്ഷിക്കുവാനായിട്ട് ഗീവർഗീസിനോട് ആവശ്യപ്പെട്ടു. ഒരുപാട് സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി എങ്കിലും അദ്ദേഹം അതിന് വഴങ്ങാതെ വളരെ ധീരതയോടെ ശക്തമായ നിലപാടുകൾ ഉറച്ച് യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പകർന്നു നൽകുവാനും പ്രത്യേകമായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. പല വിധത്തിലുള്ളതായ പീഡനങ്ങൾ ജോലി സ്ഥലത്തും മറ്റും അദ്ദേഹത്തിനുണ്ടായെങ്കിലും അവസാന ആ പീഡനത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. വളരെ ശക്തമായ പീഡനങ്ങളും വേദനകളുമെല്ലാം ഏറ്റതായ ഒരു സഹദയാണ് ഗീവർഗീസ് സഹദ. ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളോടും കഷ്ടതകളോടുമുള്ളതായ നമ്മുടെ സമീപനം എങ്ങനെയാണെന്നുള്ളതാണ്. പരിശുദ്ധ ഗീവർഗീസ് സഹദയെ പോലെ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടതകളും പീഡനങ്ങളും സഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അദ്ദേഹത്തെ ഇരുമ്പ് ചക്രത്തിൽ വലിച്ചിഴക്കുകയും മൂർച്ചയുള്ള ഇരുമ്പ് കത്തികൾ ഘടിപ്പിച്ച ചക്രത്തിൽ ബന്ധിച്ച് ശരീരം മുഴുവനും കീറി മുറിഞ്ഞുമെല്ലാം വളരെ ഭീകരമായ രീതിയിൽ ഗീവർഗീസിനെ അന്നത്തെ ചക്രവർത്തി പീഡിപ്പിച്ചു. കൂടാതെ ദീർഘകാലം തടവിലടയ്ക്കുകയും ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ പലവിധമായ ഉപദ്രവങ്ങൾ ഗീവർഗീസിന് നേരിടേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന് വിഷം കൊടുത്തുവെങ്കിലും അദ്ദേഹം അത് കുടിച്ച് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിൽ അതിനെ അതിജീവിച്ചു. ഇത് കണ്ട അനേകം ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തു. ചൂടാക്കിയ ഇരുമ്പ് ചെരുപ്പ് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും അതിലൂടെ നടത്തുവാനായിട്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ചെയ്തു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരം കുത്തി മുറിവേൽപ്പിക്കുകയും അനേകം കുത്തുകളും മുറിവുകളും ഉണ്ടാക്കി ശരീരം മുഴുവനും വേദനയിലാഴ്ത്തി. ഇങ്ങനെ ഓരോ വിധത്തിലുള്ളതായ പീഡനങ്ങൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചുവെങ്കിലും അതിലൊന്നും അടിപതറാതെ യേശുക്രിസ്തുവിൽ കൂടുതൽ ശക്തമായി വിശ്വസിക്കുകയും ആ വിശ്വാസം അദ്ദേഹം ഏറ്റുപറയുവാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ച് അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. AD 303 അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ സഹദായുടെ കിരീടം ഏറ്റുവാങ്ങിയതായ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ടാണ് നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത്. ഈ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടുന്നതായ ആത്മീയ സുഹൃതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പലതും പകർത്തുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കണം. കേവലം ഭൗതികമായ എന്തെങ്കിലും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടേണ്ടത്. മറിച്ച് ദൈവസന്നിധിയിൽ അദ്ദേഹം എങ്ങനെയാണോ ഈ ലോകത്തിൽ ജീവിച്ചത്, എത്ര ശക്തമായ ദൃഢമായ വിശ്വാസമാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു നൽകിയത്. ആ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്നാമതായി, ഏതെല്ലാം പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടായാലും വിശ്വാസം വിട്ടുകൊടുക്കാതെ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ വിശ്വാസം
നാം പ്രതീക്ഷിക്കുന്നത് പലതും ലഭിക്കാത്ത സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ സാഹചര്യങ്ങളാണുള്ളത്. എന്നാൽ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കാൾ ഉപരിയായി ആഴമായി ദൈവത്തിലുള്ളതായ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. വിശ്വാസികളായ പിതാവായ അബ്രാഹാമിനോട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം ഉപേക്ഷിച്ച് പോകുവാനായിട്ട് ദൈവം കൽപ്പിക്കുമ്പോൾ യാതൊരു സംശയവും കൂടാതെ എങ്ങോട്ടാണെന്നറിയാതെ ദൈവത്തിൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ച് അബ്രാഹാം യാത്ര പുറപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രാഹാം അറിയപ്പെടുന്നു. ആ ഒരു ധീരമായ വിശ്വാസമാണ് സഹോദരന്മാരുടെയും പിതാക്കന്മാരുടെയും എല്ലാം ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്തുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ദൈവജനമെന്ന് അവകാശപ്പെടുന്ന നമുക്കും നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും ദൈവവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തെ എത്രമാത്രം ആഴമായിട്ട് വിശ്വസിച്ചു, ഏതെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നെങ്കിലും ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഗീവറി സഹദായ്ക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രത്യേകമായിട്ട് പകർത്തേണ്ടുന്നതായ ഒരു ഗുണവിശേഷമാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്നതായ ശതാധിപനായ മനുഷ്യൻ അവൻ്റെ ഭൃത്യന് സൗഖ്യം കിട്ടുവാനായിട്ട് യേശുതമ്പുരാനോട് അപേക്ഷിച്ച് വരുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ ഭൃത്യനെ സൗഖ്യമാക്കുമെന്ന്. യേശുതമ്പുരാൻ്റെ സ്നേഹിതന്മാരെന്ന് പറയുന്നത് ചുങ്കക്കാരും പാപികളുമാണ്. സമൂഹം വെറുത്തവരുടെ കൂടെയാണ് യേശുതമ്പുരാൻ യാത്ര ചെയ്യുന്നത്. സ്വന്തമായൊരു ഭവനമില്ലാതെ സ്വന്തക്കാരും ചാർച്ചക്കാരുമൊക്കെ ഇവന് ഭ്രാന്തുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നെല്ലാം ലോകം വിരൽ ചൂണ്ടുന്ന ഒരുവനെയാണ് ശതാധിപനായ മനുഷ്യൻ. റോമാ ഗവൺമെൻറ്റിൻ്റെ ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ കീഴിൽ അനേകം പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ വരുന്നു, മറ്റൊരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ഭൃത്യന് സൗഖ്യം ലഭിക്കും. യേശു തമ്പുരാൻ അവനോട് പറയുന്നു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ ഭൃത്യനെ സൗഖ്യമാക്കും. ലോകപ്രകാരം റോമാ ഗവൺമെൻറ്റിൻ്റെ ഉന്നതനായൊരു ഉദ്യോഗസ്ഥൻ, എല്ലാ സ്ഥാനമാനങ്ങളുള്ളതായൊരു മനുഷ്യൻ, വളരെ നിസ്സാരനായി ലോകം ഭ്രാന്തനെന്ന് വിളിക്കുന്നതായ ഒരുവൻ വീട്ടിലേക്ക് കടന്നു വരുമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോലും ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ഭൃത്യന് സൗഖ്യം ലഭിക്കും. യേശു തമ്പുരാനെ കണ്ടപ്പോൾ അവൻ്റെ അയോഗ്യതകളെക്കുറിച്ച് അവൻ്റെ ബോധ്യം വന്നു. ഈ ലോകപ്രകാരം എല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിലും ദൈവം എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നുള്ളതായ അവൻ്റെ വിനയമാണ് യേശു തമ്പുരാൻ്റെ ഏറ്റവും വലിയ പ്രശംസയ്ക്ക് പാത്രമായി തീരുന്നത്. കർത്താവ് പറയുന്നു, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഒരു പുറജാതിക്കാരൻ്റെ വിശ്വാസമാണ് ഏറ്റവും ശക്തമായ വിശ്വാസമെന്ന് കർത്താവോടെ പ്രഘോഷിക്കുകയാണ്. തുടർന്ന് കർത്താവ് പറയുന്നുണ്ട്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിൻ്റെ മടിയിൽ പന്തിക്കിരിക്കും. ദൈവത്തിൻ്റെ ജനമെന്ന് അവകാശപ്പെടുന്ന പലരും പുറന്തള്ളപ്പെടുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് ആഴമായി വിശ്വസിച്ചതായ ഈ ശതാധിപനെ പോലെയുള്ള ആളുകൾ അബ്രഹാമിനോടൊപ്പം പന്തിക്കിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. പലപ്പോഴും ഈ ദേവാലയത്തിൽ കടന്നു വരുന്നതായ സമയത്ത് മറ്റ് മതസ്ഥരായ അനേകം ആളുകൾ എത്രയോ ഭക്തിയോടും വിശ്വാസത്തോടും വിനയത്തോടും കൂടിയാണ് ദൈവസന്നിധിയിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്ന് പലപ്പോഴും കാണുവാനിടയായിട്ടുണ്ട്. എത്ര ആഴമായ വിശ്വാസമാണ്, ശക്തമായ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് ലഭിക്കാത്ത സന്ദർഭത്തിൽ പിന്മാറിപ്പോകുമ്പോഴും പരിശുദ്ധനായ ഗീവർഗീസ് സഹദ നമ്മുടെ മുമ്പാകെ കാണിച്ചു തരുന്നതായ, തെളിയിച്ചു തരുന്നതായ വിശ്വാസം ഈ ശതാധിനെ പോലെ ശക്തമായൊരു വിശ്വാസമാണ്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ഭൃത്യന് സൗഖ്യം ലഭിക്കുമെന്നുള്ളതായ ആഴമായൊരു വിശ്വാസം. തളർവാദ രോഗിക്ക് ഒരിക്കലും സൗഖ്യം കിട്ടുകയില്ല, ചികിത്സ സാധ്യമല്ലാത്തൊരു കാലത്ത് യേശു തമ്പുരാൻ സൗഖ്യം നൽകുവാൻ മതിയായവനാണെന്നുള്ളതായ അവൻ്റെ ആഴമായ വിശ്വാസമാണ് യേശു തമ്പുരാൻ്റെ പ്രശംസയ്ക്ക് കാരണമായി തീരുന്നത്. നയവാൻ
യുദ്ധം ചെയ്ത് ഇസ്രായേലിൽ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി സ്വന്തം വീട്ടിൽ അവളെ അടിമപ്പണി ചെയ്ത് ഭാര്യയ്ക്ക് ദാസിയായിട്ട് വയ്ക്കുന്നതായ സമയത്ത് ഈ നയമാന് കുഷ്ഠരോഗം വരികയാണ്. കുഷ്ഠരോഗം വന്ന നയമാനും ഭാര്യയും വളരെയധികം പ്രയാസത്തിലും വേദനയിലും കഴിയുന്നതായൊരു സാഹചര്യം. നാളെ ഈ രോഗം പുറം ലോകം അറിയുകയും അരാം രാജാവിൻ്റെ ഉന്നതനായ സൈന്യാധിപൻ എന്നുള്ളതായ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയും സമൂഹത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി പാളയത്തിന് പുറത്ത് താമസിക്കേണ്ടുന്ന ഒരു ഭീകരമായ അവസ്ഥയെക്കുറിച്ച് എല്ലാം ചിന്തിച്ചപ്പോൾ നയമാനും ഭാര്യയ്ക്കും വളരെയധികം മാനസികമായ വേദനയും പ്രയാസവും ഉണ്ടായി. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് താൻ യുദ്ധത്തടവുകാരിയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു കൊച്ചു ബാലിക പറയുകയാണ്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ പോയിരുന്നുവെങ്കിൽ സൗഖ്യം ലഭിക്കുമായിരുന്നു. വേറൊരു രാജ്യത്ത് വേറൊരു വിശ്വാസത്തിൽ ഉള്ള മാതാപിതാക്കളെ ഒരുപക്ഷെ യുദ്ധത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. സഹോദരങ്ങളെയും വേണ്ടപ്പെട്ടവരെയെല്ലാം നഷ്ടപ്പെട്ടതായൊരു പെൺകുട്ടി, അവളുടെ പേര് പോലും അവിടെ പറയുന്നില്ല. അങ്ങനെയുള്ളതായൊരു പെൺകുട്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവൾ വിശ്വസിച്ചതായ ദൈവത്തെ ആഴമായി പകർന്നു നൽകുവാനായിട്ട് അവൾ തയ്യാറാവുകയാണ്. ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ പോയാൽ സൗഖ്യം ലഭിക്കുമെന്നുള്ളതായ അവളുടെ വിശ്വാസം. ഒരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചതായിട്ട് എലീശാ പ്രവാചകന്റെ അടുക്കൽ നിന്നതിന് മുമ്പ് കേട്ടിട്ടില്ല. എങ്കിലും അവൾക്ക് ബാല്യത്തിൽ ലഭിച്ചതായ വിശ്വാസം അതനുസരിച്ച് നയമാൻ പോവുകയും എലീശാ പ്രവാചകനെ കാണുകയും യോർദാൻ നദിയിൽ മുങ്ങുകയും 7 പ്രാവശ്യം മുങ്ങിയതിന് ശേഷം അവൻ കുഷ്ഠരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തതായിട്ട് രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ വിശ്വാസം, ധീരമായൊരു വിശ്വാസം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് തകർച്ചയ്ക്ക് കാരണമായവർ, അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ അപകടങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ സന്തോഷിക്കാറാണുള്ളത്. ഇവിടെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ യുദ്ധത്തിൽ, നയമാൻ ചെയ്ത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായിരിക്കാം. അവൾ ഇന്ന് വേറൊരു ഭവനത്തിൽ അടിമപ്പണി ചെയ്ത് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥയിലും തൻ്റെ യജമാനന് ഒരു രോഗം വരുമ്പോൾ അവൾ വിശ്വസിച്ചതായ ദൈവത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചു. എത്ര വലിയൊരു സാക്ഷ്യമാണ് അവൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഉന്നതനായൊരു സൈന്യാധിപൻ സൗഖ്യം പ്രാപിക്കുകയും ആ ദൈവത്തെ ആഴമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഇടയായിത്തീർന്നത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ വിശ്വാസമാണ്. ആ വിശ്വാസ ജീവിതത്തെ പകർന്നതായ, അതേ വിശ്വാസ ജീവിതത്തിൽ കൂടി കടന്നുപോയതായ ഒരു മനുഷ്യനാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. എത്രമാത്രം പീഡനങ്ങളും വേദനകളും എല്ലാം ജീവിതത്തിൽ വന്നപ്പോഴും പതറിപ്പോകാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ഗീവർഗീസ് സഹദയുടെയും വിശുദ്ധന്മാരുടെയും എല്ലാം ജീവിതം നാം നോക്കുമ്പോൾ പലപ്പോഴും അവർക്ക് വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനേകർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവരോടൊന്നും പ്രതികാരം ചെയ്യാതെ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായൊരു വലിയ മനസ്സ് അവരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ സഹോദരിയായ മിരിയാം മോശയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഉടനെ ദൈവം കോപിക്കുകയും അവളൊരു കുഷ്ഠരോഗിണിയായിട്ട് മാറുകയും ചെയ്തു. മോശയെ വിമർശിച്ച സഹോദരിക്കെതിരെ മോശ കോപിക്കുകയോ ഒരു വാക്കുപോലും എതിര് പറയുകയോ ചെയ്യുന്നില്ല. കാരണം മോശ ഇന്ന് ഈ സ്ഥാനത്താകുവാൻ കാരണം മിരിയാമാണ്. ആ ഞാങ്ങണ പെട്ടകത്തിൽ ഒഴുക്കിവിട്ട മോശയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കി അവസരോചിതമായി അവൾ ഇടപെട്ടത് കൊണ്ടാണ് ഇസ്രായേലിലെ ശക്തനായ നേതാവാകുവാൻ മോശയ്ക്ക് സാധിച്ചത്. സഹോദരി മോശയ്ക്കെതിരെ പിറുവിറുക്കുമ്പോഴും ഒരു വാക്കുപോലും മോശ പറയുന്നില്ല. പക്ഷേ ദൈവം കോപിക്കുന്നുണ്ട്. അഹറോൻ മോശയോട് പറയുന്നു, നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗർഭമലസിപ്പോയ ചാവിള്ള പോലെ അവളായിത്തീർന്നിരിക്കുന്നെന്ന് പറയുമ്പോൾ മോശ സഹോദരിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം 10 ദിവസം കഴിഞ്ഞിട്ട് അവൾ സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് അവൾക്ക് പിന്നീട് സൗഖ്യം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹിതരെ, ദൈവത്തിൻ്റെ ഇഷ്ടന്മാരായിട്ടുള്ളവരെ നാം നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവകോപം നമ്മുടെ മേൽ വരുമെന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയണം. എലീശാ പ്രവാചകനെ മൊട്ടത്തലയാ കയറിവാ എന്ന് പറഞ്ഞ് പരിഹസിച്ചതായ ബാലന്മാരെ കാട്ടിൽ നിന്ന് കരടി വന്ന് കൊലപ്പെടുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്.
അത്രമാത്രം ദൈവം അവരുടെ മുഖത്തെ ആദരിക്കുന്നു. ദൈവസന്നദ്ധിയിൽ ശ്രേഷ്ഠമായ വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏതെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നാലും ദൈവത്തിൽ അടിയുറച്ച് ആഴമായി വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാണോ അത്രയും പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏറ്റവും ശക്തിയുള്ളതാണെങ്കിൽ മാത്രമാണ് ആ ഭവനത്തിന് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസമാണ്. അടിസ്ഥാനം ഒരുപക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. 100 നിലയുള്ള കെട്ടിടത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആഴത്തിലുള്ളതായ അതിൻ്റെ ഫൗണ്ടേഷനാണ്. അത് മണ്ണിനടിയിലേക്ക് പോകുന്നതാണ്. വലിയ വൃക്ഷങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ആഴത്തിലിറങ്ങുന്നതായ ഇതിൻ്റെ വേരാണ്. അത് എത്രമാത്രം ആഴത്തിലിറങ്ങുന്നുവോ അത്രയും ശക്തിയായിട്ട് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനായിട്ട് അതിന് സാധിക്കും. ഈ വിശ്വാസ വീരന്മാരും സഹതന്മാരുമെല്ലാം എങ്ങനെയാണ് ഈ പ്രയാസങ്ങളെയും വേദനകളെയൊക്കെ അതിജീവിച്ചത്? ഒരു വിശ്വാസത്തിൻ്റെ ആഴം അത്രമാത്രം ശക്തമായിരുന്നു. അതെത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങുന്നുവോ അത്രയും ശക്തിയോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിലുള്ളതായ നമ്മുടെ വിശ്വാസം ആഴമുള്ളതായി തീരണമെന്നാണ് ഗീവർഗീസ് സഹദായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി തീരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. എന്തുകൊണ്ടാണ് കർത്താവ് ശിശുക്കളെ മാതൃകയായിട്ട് വെച്ചത്? നമുക്കറിയാം, ഒരു 10 വയസ്സുകാരനും അവൻ്റെ സഹോദരനായ 2 വയസ്സുകാരനും ഒരു 2 നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാൽ താഴേക്ക് ചാടാൻ അവൻ്റെ പിതാവ് പറഞ്ഞാൽ ആദ്യം ആര് ചാടും? 2 വയസ്സുകാരൻ ചാടും. 10 വയസ്സുകാരൻ ചിന്തിക്കും, കാര്യം അപ്പനാണ് പറഞ്ഞതെങ്കിലും എന്നെ പിടിച്ചില്ല എങ്കിൽ എനിക്ക് അപകടമുണ്ടാകും. പക്ഷേ 2 വയസ്സുകാരൻ അവന് അപ്പനിൽ പൂർണ്ണമായ വിശ്വാസമാണ്. ഏത് വലിയ പ്രതിസന്ധികളിലേക്ക് അപ്പൻ പറഞ്ഞാൽ അവൻ ചാടും. ഈ ഒരു ആഴമായ വിശ്വാസമാണ് ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടത്. ഏതെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നാലും ദൈവം കരുതിക്കൊള്ളുമെന്നുള്ളതായ വിശ്വാസം. അബ്രഹാം പറയുന്നത് പോലെ ദൈവം കരുതുമെന്നുള്ളതായ ശക്തമായ വിശ്വാസമാണ് ഈ ഓർമ്മ പെരുന്നാളിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മയെ, പുണ്യജീവിതത്തെ അനുകരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തിൽ അടിയുറച്ച് നിന്നു എന്നുള്ളതാണ്. സാഹചര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ വശംവദനാകാതെ വളരെ ധീരമായി ശക്തമായി പ്രതിസന്ധികൾ ദൈവത്തിൽ അടിയുറച്ച് നിന്നു എന്നുള്ളതാണ്. വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ 92-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ് സാധാരണ ചൊല്ലുന്നത്. നീതിമാൻ പന പോലെ വളരുമെന്നാണ് പറയുന്നത്. ഒരു പനവൃക്ഷത്തോടാണ് വിശുദ്ധന്മാർ ഉപമിക്കുന്നത്. പനവൃക്ഷത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അത് മരുഭൂമിയിൽ വളരുന്നതായ വൃക്ഷമാണ്. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ വളരുന്നതായ ഒരു വൃക്ഷമാണ്. ആ വൃക്ഷം നേരെ നിൽക്കുന്നതായ വൃക്ഷമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ചാഞ്ഞും ചരിഞ്ഞുമാണ് പല വൃക്ഷങ്ങളും വളരുന്നത്. പക്ഷേ പനവൃക്ഷം നേരെ നിൽക്കുന്നതായ വൃക്ഷമാണ്. വിശുദ്ധന്മാരും സഹതന്മാരും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും മറ്റ് പ്രലോഭനങ്ങളിലും വശംവദരാകാതെ നേരെ നിന്നവരാണ്. അംഗം ചേതി ചെറിയുമ്പോൾ അകമേ മോദം, മനമതിൽ ആഹ്ലാദമെന്നാണ് സഹതന്മാരെ കുറിച്ച് നാം പാടുന്നത്. അവരെ പീഡിപ്പിക്കുന്നതായ സമയത്ത്, അവരെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നതായ സമയത്ത് ഉള്ളിൽ തുള്ളിച്ചാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു സാഹചര്യം. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇടവിടാതെ സന്തോഷിപ്പീൻ എന്ന് പ്രസംഗിച്ചത്, എഴുതിയത് കാരാഗ്രഹത്തിൽ കിടക്കുന്നതായ സന്ദർഭത്തിലാണ്. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നാലും ഇതൊന്നും ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതായ അടിയുറച്ചതായ വിശ്വാസമാണ് സഹതന്മാരുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ അതിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ
15 23 മുതൽ ഉള്ള വാക്യങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തെ പ്രതി അദ്ദേഹം ഏറ്റതായ പീഡനങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയനത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്താൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട് എന്ന് പൗലോസ്ലീഹ പറയുന്നു. എത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളുമാണ് സഹതന്മാരും വിശുദ്ധന്മാരും ദൈവത്തിനു വേണ്ടി ഏറ്റത്. ഈ പ്രതിസന്ധികളിൽ ഒന്നും തളർന്നു പോകാതെ അവർ ദൈവത്തിൽ അടിയുറച്ചു നിന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും അധികം അനുഗ്രഹം ലഭിച്ചതായ ഒരു മനുഷ്യനാണ് യാക്കോബ്. അപ്പനിൽ നിന്ന് പിടിച്ചു വാങ്ങിയ അനുഗ്രഹം യാക്കോബിനുണ്ട്, ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയ അനുഗ്രഹവും യാക്കോബിനുണ്ട്. അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് യാക്കോബ്. പക്ഷേ യാക്കോബിൻ്റെ ഭൗതിക ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ വലിയ വേദനകളിലൂടെയും പ്രയാസങ്ങളിൽ കൂടിയുമാണ് കടന്നുപോയത്. ഒരായുസ് മുഴുവൻ പുത്രദുഃഖം പേറിയാണ് യാക്കോബ് ജീവിച്ചത്. ഏറെ സ്നേഹിച്ചതായ റാഹേൽ ഇളയ മകനെ പ്രസവിച്ച ഉടനെ തന്നെ മരണപ്പെട്ടു. ഏറെ സ്നേഹിച്ചതായ യൗസേപ്പ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ രക്തത്തിൽ മുങ്ങിയതായ അങ്കിയാണ് സഹോദരന്മാർ കൊടുത്തയച്ചത്. രക്തത്തിൽ മുങ്ങിയതായ അങ്കി മാറോട് ചേർത്ത് ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ചതായ ഒരു മനുഷ്യനാണ് യാക്കോബ്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ സാധിക്കാതെ, സ്വസ്ഥമായി ഒന്ന് ചിരിക്കാൻ സാധിക്കാതെ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ ഒരായുസ് മുഴുവൻ പുത്രദുഃഖം പേറിയാണ് യാക്കോബ് ജീവിച്ചത്. അപ്പനിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമുണ്ട്, ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹവും യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ട്. അവസാനം യൗസേപ്പും യാക്കോബിനെ പറ്റിക്കുന്നുണ്ട്. ധാന്യം കൊള്ളുവാൻ മിസ്രൈമിലേക്ക് ചെല്ലുമ്പോൾ യൗസേപ്പ് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റുകാരാണ്. യൗസേപ്പ് പറഞ്ഞു, നിങ്ങൾ ബെന്യാമീനെ കൊണ്ടുവരുന്നവരെയും ശിമെയോനെ ഇവിടെ നിർത്താനായിട്ട് പറഞ്ഞു. ഈ വിവരം വന്ന് പറയുമ്പോൾ യാക്കോബ് കരഞ്ഞു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. യാക്കോബ് കരഞ്ഞു. യൗസേപ്പില്ല, ശിമെയോനില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും, സകലതും എനിക്ക് പ്രതികൂലമല്ലോ. ഒരേ സമയം 3 മക്കൾ നഷ്ടപ്പെടുന്നതായ ഒരു പിതാവിൻ്റെ വേദന. എവിടെയാണ് യാക്കോബിന് കിട്ടിയതായ അനുഗ്രഹം? പലപ്പോഴും നാം അനുഗ്രഹമെന്ന് ചിന്തിക്കുന്നത് ഈ ഭൗതിക ലോക ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കുന്നതാണ് എന്നാണ്. സഹതന്മാരുടെയും വിശുദ്ധന്മാരുടെയും എല്ലാം ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഭൗതിക ജീവിതത്തിലെ നേട്ടങ്ങളല്ല ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ഈ കഷ്ടതകളെ സഹിക്കാനുള്ള കൃപയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. യാക്കോബ് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ, എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ യാഗം അർപ്പിക്കും. കഷ്ടത തരാത്ത ദൈവത്തിനല്ല, കഷ്ടതയിൽ കൂടെ ഇരിക്കുന്നതായ ദൈവം. കന്യക മറിയാമിൻ്റെ പ്രാണനിൽ വാളാണിരുന്നത്, പൗലോസ്ലീഹയുടെ ജഡത്തിൽ ശൂലമാണിരുന്നത്. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും എല്ലാം വസ്ത്രത്തിൻ്റെ നിഴല് കൊണ്ടതായ രോഗികൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഭൗതികമായ ജീവിതത്തിൽ അവരനുഭവിച്ചതായ കഷ്ടതകളും വേദനകളും, സഹതന്മാരുടെ എല്ലാം ജീവിതം നാം പരിശോധിക്കുമ്പോൾ ലോകം, താത, സഹോദര, ജാതിയതും തറവാടും എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് വിശുദ്ധന്മാർ, സഹതന്മാർ. ഒരു പുണ്യജീവിതത്തെ അനുകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ നേട്ടങ്ങളിൽ ഉപരിയായി കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ സഹിക്കാനുള്ളതായ കൃപയാണ് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. ആ ഒരു കൃപയെ ആർജിക്കുവാനായിട്ടാണ് ഇവരുടെ ഓർമ്മ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഈ ലോക ജീവിതത്തിൽ ഒരു വലിയ പ്രകാശമായിട്ട് ഇവർ നിൽക്കുകയാണ്. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി
അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ചന്ദ്രന് ലഭിക്കുന്ന പ്രകാശം സൂര്യനിൽ നിന്നാണ്. സൂര്യൻ്റെ പ്രകാശമാണ് ചന്ദ്രനുള്ള പ്രകാശം. യഥാർത്ഥ വിശുദ്ധനും പ്രകാശവും ദൈവവുമാണ്. ആ ദൈവത്തെ നോക്കി ദൈവത്തിലുള്ളതായ വിശുദ്ധിയെയും പ്രകാശത്തെയും ഉൾക്കൊണ്ടവരായ വിശുദ്ധന്മാർ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം അവരെ പോലെ ഈ കഷ്ടതകളെ സഹിക്കാനുള്ള കൃപ ദൈവസന്നിധിയിൽ നിന്ന് ആർജിക്കുക എന്നുള്ളതാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് ഗീവറിസഹദായുടെ ഈ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ടുന്നതായ ഒരു പാഠം. ഇസ്രായേലിലെ രാജാവായ യഹോശാഫാത്ത് വളരെ ശക്തനായ ഒരു രാജാവാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ മോവാബ്യരും അമോന്യരും യുദ്ധത്തിന് വരുന്നതായ സമയത്ത് യഹോശാഫാത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. ആർക്കും തകർക്കുവാൻ സാധിക്കാത്ത എരീഹോ പട്ടണം കാഹളമൂതി യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനങ്ങൾ തകർത്തു. അതിനുശേഷം ഹായി പട്ടണക്കാരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്ന സമയത്ത് മൂപ്പന്മാർ യോശുവയോട് പറഞ്ഞു, ജനം മുഴുവനും അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഒരു 2000-3000 പോയാൽ മതി. അങ്ങനെ ഒരു യുദ്ധത്തിന് പോയി. പക്ഷേ ഹായി പട്ടണക്കാരുടെ മുമ്പാകെ അവർ തോറ്റോടി. അവരിൽ 30ഓളം ആളുകളെ അവർ കൊന്നു. വലിയൊരു പ്രതിസന്ധി വന്ന സമയത്ത് യോശുവ, എന്നാൽ ഞങ്ങൾ കുറച്ച് ആളുകൾ പോയി യുദ്ധം ചെയ്തിട്ടാണ് പരാജയപ്പെട്ടത്, കൂടുതൽ ആളുകളുമായി യുദ്ധത്തിന് പോകാമെന്നുള്ളതായ കായികമായ ശക്തിയിൽ ആശ്രയിക്കുകയല്ല ചെയ്തത്. യോശുവയും മൂപ്പന്മാരും ദൈവസന്നിധിയിൽ കവണ്ടു വീണ് പ്രാർത്ഥിച്ചു. വൈകുന്നേരം വരെ തഴയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് യോശുവ പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പരാജയം സംഭവിച്ചു? നീ ഞങ്ങളെ യോർദാൻ അക്കരെ നിർത്തിയാൽ മതിയായിരുന്നല്ലോ. ഈ നിസാരന്മാരായ ആളുകളോട് പരാജയപ്പെടുവാനായിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതെന്ന് പറഞ്ഞ് യോശുവ കവണ്ടു വീണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം മറുപടിയായിട്ട് ഇറങ്ങി വരികയാണ്. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ആ പാപത്തിനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും അതിന് പരിഹാരം കാണുകയും പിന്നീട് യുദ്ധം ചെയ്ത് അവർ വിജയിക്കുകയും ചെയ്തു. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കായികമായ ശക്തിയിലോ ബലത്തിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നതായ അത്ഭുതം നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ദൈവം ഒരു പ്രശ്നം ശിഷ്യന്മാരുടെ മുമ്പാകെ വെച്ച് നീട്ടുകയാണ്. നിങ്ങൾ ഈ ജനത്തിന് ഭക്ഷണം കൊടുക്കണം. വലിയൊരു സമൂഹത്തിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതായ ഉത്തരവാദിത്വമാണ്. ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം. ഒരു കൂട്ടം ശിഷ്യന്മാർ പറഞ്ഞ്, ഈ മരുഭൂമിയിൽ ഇത്രമാത്രം ആളുകൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നത്? യാതൊരു സാധ്യതയുമില്ല. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാതൊരു സാധ്യതയുമില്ല എന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ പ്രതിനിധികളാണ് ഈ ശിഷ്യന്മാർ. യാതൊരു സാധ്യതയുമില്ല, ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് കർത്താവ് പറയുന്നത്, ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ഫീലിപ്പോസ് പറയുന്നു, 200 ദീനാറോ കൊണ്ട് എങ്ങനെ ഈ ജനത്തിന് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും? തൻ്റെ കയ്യിലുള്ള പണം എണ്ണി നോക്കിയിട്ട് എൻ്റെ സമ്പത്ത് കൊണ്ട് എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ പ്രതിനിധിയാണ് ഫീലിപ്പോസ്. എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ അധികാരം കൊണ്ട്, എനിക്കുള്ളതായ കഴിവുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ പ്രതിനിധിയാണ് ഫീലിപ്പോസ്. അങ്ങനെ ചിന്തിച്ച അനേകം ഉന്നതരായ ആളുകൾ ഈ ലോകത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അവിടെയാണ് അന്ത്രയോസ് ഒരു ബാലനെയും കൊണ്ടുവരുന്നത്. ഈ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ടെങ്കിലും ഈ ജനത്തിന് ഇത് കൊടുക്കുവാനായിട്ട് എങ്ങനെ സാധിക്കും? വളരെ നിസാരമായതാണെങ്കിലും അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ദൈവം അത് വർദ്ധിപ്പിക്കുമെന്നുള്ളതായ ഉത്തമമായ വിശ്വാസമാണ് അന്ത്രയോസ്ലീഹായിൽ കാണുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് വിവാഹം നിശ്ചയിച്ചതായ കന്യക ഗർഭിണിയാണെന്നുള്ളതായ വാർത്ത. യൗസേപ്പ് ദൈവത്തോട് ആലോചന ചോദിച്ചു. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാണ്, വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യക എന്ന് പറഞ്ഞാൽ യൗസേപ്പ് വീട്ടുകാരോട് ആലോചന ചോദിച്ചാൽ അവളെ സ്വീകരിക്കാൻ ആരും പറയില്ല. യൗസേപ്പ് കൂട്ടുകാരോട് ആലോചന ചോദിച്ചാൽ അവളെ വിവാഹം ചെയ്യാൻ ആരും ഉപദേശിക്കില്ല. പക്ഷേ യൗസേപ്പ് ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം പറഞ്ഞു,
അവളെ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നീ അവളെ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മൾ ആരോടാണ് ആലോചന ചോദിക്കുന്നത്? ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ കഴിവുകളിലോ നമ്മുടെ താലന്തുകളിലോ നമുക്കുള്ളതായ സമ്പത്തിലോ ഈ ലോകത്തിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനായിട്ട് സാധിക്കും. ഈ വർഗ സഹതായുടെ ജീവിതത്തിലെ ഇത്ര വലിയൊരു പ്രതിസന്ധികൾ വന്നപ്പോഴും അദ്ദേഹം അതിനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്തേഫാനോസ് സഹതായെ കല്ലെറിയുന്നതായ സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വം ദർശിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചത്. ഗീവറി സഹത ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും ദൈവസന്നിധിയിൽ ഇന്നും അനേകർക്ക് മധ്യസ്ഥനായിട്ട് നിലകൊള്ളുകയാണ്. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിലുള്ളതായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഗ്രഹിച്ചതായ ആഹാബ് രാജാവ് അത് കൈവശമാക്കുവാൻ അവൻ്റെ ഭാര്യയുടെ ഉപദേശമനുസരിച്ച് കള്ളപ്രവാചകന്മാരെ കള്ളസാക്ഷികളെ നിരത്തിക്കൊണ്ട് ആഹാബിനെതിരെ കള്ളസാക്ഷി പറഞ്ഞ് അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എൻ്റെ പിതാക്കന്മാർ എനിക്ക് തന്നതായ അവകാശമാണ്, അതുകൊണ്ട് ഞാനിത് ചീരത്തോട്ടമാകാൻ നീ എത്ര സമ്പത്ത് തന്നാലും ഞാനിത് വിട്ടുകളയുകയില്ല എന്നുള്ളതായ നിലപാടെടുത്തതിൻ്റെ പേരിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായത്. നിലപാടുകളുടെ പേരിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. കൊല്ലപ്പെടുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ആ മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ പോകുന്ന ആഹാബിൻ്റെ മുമ്പിലാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് പറയുന്നത്, ഈ നാബോത്തിൻ്റെ രക്തം വീണ സ്ഥലത്ത് തന്നെ നിന്റെ രക്തം വീഴും. നിന്റെ ഭാര്യ നായ നക്കി തിന്നുമ രക്തമെന്ന് അവിടെ ഏലിയാ പ്രവാചകനോട് പറയുന്നുണ്ട്. ആരുമില്ലാത്തവർക്ക് വേണ്ടി എത്ര ശക്തമായിട്ടാണ് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ഈ ലോക ജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും നിലപാടുകളുടെ പേരിൽ നാം ത്യാഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നാലും അവിടെ ദൈവത്തിൻ്റെ വലിയ കരുതൽ നമുക്ക് ലഭിക്കും. നാബോത്ത് കൊല്ലപ്പെട്ടു, ശരിയാണ്. പക്ഷേ അവൻ്റെ രക്തത്തിന് വേണ്ടി ദൈവം പ്രതികാരം ചോദിച്ചു. നിലപാടുകളും സത്യത്തിനും വേണ്ടി നിലകൊണ്ടതായ സഹതന്മാർ ഒരു പനവൃക്ഷം പോലെ നേരെ നിൽക്കുന്നു. ഒരു വിധത്തിലുള്ളതായ പ്രലോഭനങ്ങളും ദൈവസ്നേഹത്തിന് അവരെ മാറ്റുവാനായിട്ട് സാധിച്ചില്ല. ഈ വിശുദ്ധൻ്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏതെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും, ഏതെല്ലാം പീഡനങ്ങൾ ഏറ്റാലും, എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. നാം ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്നില്ല എങ്കിലും ദൈവം എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകും. ജഡത്തിലെ ശൂലം മാറാൻ പൗലോസ്ലീഹ പ്രാർത്ഥിച്ചുവെങ്കിലും ദൈവം മാറ്റിക്കൊടുത്തില്ല. പകരം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു. ആ ദൈവകൃപ ലഭിച്ചതുകൊണ്ട് 3 ഭൂഖണ്ഡങ്ങൾ നടന്ന് സഭയെ പണിയാൻ പൗലോസ്ലീഹായ്ക്ക് സാധിച്ചു. അതുപോലെ ഈ സഹോദരന്മാരെല്ലാവരും പത്രോസും പൗലോസും ഒക്കെ അനേക രോഗികളെ സൗഖ്യമാക്കി, അനേകം മരിച്ച ആളുകളെ ഉയർപ്പിച്ചു. പക്ഷേ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരനുഭവിച്ചതായ യാതനകൾ ക്രിസ്തുവിന് വേണ്ടി യാഗമായിട്ട് സമർപ്പിക്കപ്പെടുന്നതായ അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. മുടിയനായ പുത്രൻ അപ്പനോട് പറയുന്നു, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ ഇനി ആക്കിയാൽ മതി എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. പക്ഷേ അവന് ലഭിച്ചത് ഏറ്റവും ഉന്നതമായൊരു സ്ഥാനം. ചോദിച്ചതല്ല ലഭിച്ചത്. അവൻ്റെ ഭവനത്തിൽ വലിയേറിയ വസ്ത്രം അവന് ലഭിക്കുന്നു, കൈക്ക് മോതിരം അണിയിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു വിരുന്ന് അവിടെ ഒരുക്കപ്പെടുകയാണ്. വലതുവശത്തെ കള്ളൻ ആഗ്രഹിച്ചത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഇനി ഒന്ന് ഓർത്താൽ മതിയെന്നാണ്. പക്ഷെ ദൈവം പറയും, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിരിക്കും. നിന്റെ കാര്യം ഓർക്കാമെന്നല്ല പറഞ്ഞു, നീ ഇന്ന് ഈ നിമിഷം മുതൽ എന്നോടൊപ്പം പറുദീസായിരിക്കും. ആദം പുറപ്പെട്ടു വന്നതിന് ശേഷം ആ പറുദീസായിലേക്ക് കയറുന്നത് ഈ കള്ളനാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവസന്നിധിയിലേക്ക് നോക്കുവാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധനായ ഗീവറി സഹതായുടെ മധ്യസ്ഥത അതിന് നമുക്ക് കോട്ടയും കാവലുമായി തീരട്ടെ. അദ്ദേഹം നടന്നതായ വഴികളിലൂടെ നടക്കുവാനും അദ്ദേഹത്തെ പോലെ വിശുദ്ധരായി തീരുവാനും ഒരു പുണ്യജീവിതത്തെ അനുകരിപ്പാനും ഈ ഓർമ്മ പെരുന്നാൾ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.